സംസ്ഥാനത്ത് 71.16% പോളിംഗ് നടന്നുവെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു. വീട്ടിലെ വോട്ടും പോസ്റ്റൽ വോട്ടും ചേർക്കാതെയാണ് ഈ പുതിയ കണക്ക് വന്നിരിക്കുന്നത്. എൻ ജി പ്രതീക്ഷിച്ചിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് സംബന്ധിച്ച ഏറ്റവും പുതിയ കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 71.16% നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്ന സംസ്ഥാനത്തെ പോളിംഗ്. ഇന്നലെ രാത്രി അത് ഔദ്യോഗികമായി ലഭിച്ച ശതമാന കണക്ക് 70.35 ആയിരുന്നു. ഇതിൽ നിന്ന് ഒരു നേരിയ വ്യത്യാസം മാത്രമാണ് നിലവിൽ വന്നിട്ടുള്ളത്. അതേസമയം ഈ വീട്ടിലെ വോട്ടും തപാൽ വോട്ടും ചേർക്കാതെയാണ് ഈ ഒരു ശതമാന കണക്കുള്ളത്. ഇനി ഇതുകൂടി ചേർത്തായിരിക്കും ഉച്ചയോടുകൂടി ഒരു അന്തിമ കണക്ക് വരുന്നത്. സംസ്ഥാനത്ത് ഏകദേശം 2.5 ലക്ഷത്തോളം ആളുകൾ വീട്ടിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. 80 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കായിരുന്നു വീട്ടിൽ വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിരുന്നത്. ഇതും ഈ തപാൽ വോട്ടും കൂടി കണക്ക് കൂട്ടിയായിരിക്കും ഇനി ഒരു അന്തിമ കണക്ക് പുറത്തു വരുന്നത്. ഉച്ചയോടുകൂടി തന്നെ ഈ കണക്ക് പുറത്തു വരുമെന്നതാണ് നിലവിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്ന കാര്യം. പക്ഷേ അത്തരത്തിൽ ഈ വോട്ടുകൾ കൂടി ചേർക്കുമ്പോഴും പോളിംഗ് ശതമാനം 73-ന് കടക്കാൻ സാധ്യതയില്ല എന്നുള്ളൊരു വിലയിരുത്തലാണ് നിലവിലുള്ളത്. കാരണം 2019 77.67% സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയിരുന്ന പോളിംഗ്. എന്തായാലും ആ പോളിംഗ് ശതമാനം മറികടക്കില്ല എന്നുള്ള ഒരു ഏകദേശ സൂചന ഇപ്പോൾ തന്നെ ലഭിക്കുന്നുണ്ട്. എന്തായാലും ഈ പോളിംഗ് ശതമാനം കുറഞ്ഞതിലെ ഒരു ആശങ്ക ഇപ്പോൾ 3 മുന്നണികൾക്കുമുണ്ട്. അതിന്റെ വിശകലനങ്ങളിലേക്കും ചർച്ചകളിലുമാണ് നിലവിൽ മുന്നണികളുള്ളത്. എന്തായാലും ഈ പോളിംഗ് ശതമാനം കുറഞ്ഞതിൽ അത് ഏത് തരത്തിൽ ഈ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നതിന്റെ ഒരു ആശങ്ക കൂടിയാണ് ഇപ്പോൾ ഓരോ മുന്നണികളും പ്രകടിപ്പിക്കുന്നത്. SKN.